അണ്ടർഗ്രൗണ്ടിലൂടെ കേബിൾ വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു സബ്സ്ക്രൈബർ അയച്ചു തന്ന ചോദ്യമാണ്. അണ്ടർഗ്രൗണ്ടിലൂടെ കേബിൾ വലിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇടുമ്പോൾ കേബിളിൻ്റെ കണ്ടീഷനും ക്വാളിറ്റിയുമാണ്. നമ്മൾ കേബിൾ അണ്ടർഗ്രൗണ്ടിലൂടെ ഇടുമ്പോൾ കേബിളിൻ്റെ ഔട്ടർ സ്ലീവിൽ കട്ടോ ഡാമേജോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ അതിലൂടെ വെള്ളവും മറ്റും ഇറങ്ങി അതിൻ്റെ ആർമേർഡ് കേബിൾ തുരുമ്പെടുക്കുകയും അതുകൂടാതെ തന്നെ കേബിളിൻ്റെ ഇൻസുലേഷൻ ക്വാളിറ്റി ഡാമേജ് ആവുകയും കേബിൾ തന്നെ ഡാമേജ് ആവാനും ലീക്കേജുകൾ ഉണ്ടാവാനും വളരെയധികം സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ കേബിൾ അണ്ടർഗ്രൗണ്ടിലൂടെ ഇടുമ്പോൾ LT കേബിൾ ആണെങ്കിൽ മിനിമം 75 സെൻറ്റിമീറ്റർ ഡെപ്തിലെങ്കിലും ഒരു ചെറിയ ട്രെഞ്ച് എടുത്ത് ആ കേബിൾ ഇട്ടതിന് ശേഷം കേബിൾ മാർക്കിങ്ങും കൂടി വെക്കാൻ പ്രത്യേകം ഓർപ്പിക്കാം. ഇത് കൂടാതെ തന്നെ വളഞ്ഞും പൊളഞ്ഞും കേബിൾ കുറച്ച് ലാഭിക്കാൻ വേണ്ടിയൊക്കെ പറമ്പിൻ്റെ നടുക്കൂട്ട കേബിൾ വലിക്കാണ്ട് ചുറ്റും അതിൻ്റെ ഓരം പിടിച്ച് വേണം കേബിൾ കൊണ്ടുവരാൻ. ഇങ്ങനെ ചെയ്താൽ ഭാവിയിൽ ഒരു കുഴിയെടുക്കുമ്പോഴോ മറ്റോ ഈ കേബിളിൻ്റെ മുകളിൽ ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതുകൂടാതെ തന്നെ കേബിൾ വലിക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനോട് കൂടി തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ തന്നെ കേബിൾ വലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മതിലിൻ്റെ ഓരം പിടിച്ച് ചെയ്യുമ്പോൾ ഇതിലൂടെയാണ് കേബിൾ വലിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കേബിൾ വലിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അണ്ടർഗ്രൗണ്ട് കേബിളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. നിങ്ങളൊരു വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയോ ഡ്രോയിങ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളും നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിൽ പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.